ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സനാതനമായിരിക്കുന്ന ആ പരമസത്യത്തിൻ്റെ പരിണാമ വിശേഷമാണ് ഈ ജഗത്ത് ആകമാനം. ഈ ജഗത്തിൽ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നാം അറിയപ്പെടുന്ന എല്ലാ വസ്തുക്കളും ക്ഷണികമാണ്, തുച്ഛമാണ്. അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദമനാത്മകം അതാം സ്നേഹിപ്പതീ മന്നിൽ മിക്കവേറുമാകയാൽ. ആത്മാവിൻ്റെ മഹത്വം അറിയാത്ത ആളുകൾ ഈ ജഗത്തിലപ്പുറം മറ്റൊരു സത്യമില്ല എന്നും ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നും കരുതി ഇതിൽ ഭ്രമിച്ച് തൻ്റെ വിലയേറിയ ആയുസ് നഷ്ടപ്പെടുത്തുന്നു. അവസാനം നാം പിടിച്ചതും കടിച്ചതും ഒന്നുമില്ലാതെ നിരാശനും ദുഃഖിതനുമായി മരണം വരിക്കേണ്ടി വരുന്നു. അതിനാൽ അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് നാം വിധേയർ ആകരുത് എന്ന് നമുക്ക് ഒരു താക്കീത് നൽകുകയാണ്. അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദം അനാത്മകം, ആത്മാവല്ലാത്തവ. അതാം സ്നേഹിപ്പതീ മന്നിൽ മിക്കവേറുമാകയാൽ. മിക്ക ആളുകളും സ്നേഹിക്കുന്നത് ഈ കാണപ്പെടുന്ന വസ്തുക്കളെയാണ്. എന്നാൽ ഈ കാണപ്പെടുന്ന വസ്തുക്കൾക്ക് പിന്നിൽ പരമമായ ഒരു സത്യമുണ്ട് എന്ന് ബോധിക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ അനുഭവം നമുക്ക് അനുഭവമാകും. അത് ബോധിക്കാൻ സാധിക്കണ്ടേ? അതിനുള്ള അറിവ് മഹത്തുക്കളിൽ നിന്ന് നാം ശ്രവിച്ച് ഗ്രഹിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദം അനാത്മകം അതാം സ്നേഹിപ്പതീ മന്നിൽ മിക്കവേറുമാകയാൽ. പ്രാകൃതാത്മാക്കൾ ഈ അനിത്യമായ സുഖത്തിൽ മാത്രം ഭ്രമിച്ചു കഴിയുന്ന ആളുകളെ പ്രാകൃതന്മാർ എന്നാണ് പറയുന്നത്. പ്രാകൃതാത്മാക്കൾ കൊണ്ടാടും അത്തരം വിഷയങ്ങളിൽ, പ്രാകൃതാത്മാക്കൾ കൊണ്ടാടുന്ന അത്തരം വിഷയങ്ങളിൽ പരിപാവനം ഈ ജന്മം പാഴാക്കായ്വിൻ കിടാങ്ങളെ. നമ്മോട് വളരെ ദയനീയമായി അപേക്ഷിക്കുകയാണ്. അല്ലയോ പ്രിയ കുട്ടികളെ, മക്കളെ, നിങ്ങൾ മാനവജന്മമാകുന്ന ഈ പരിപാവനമായ അവസരത്തെ ഈ നിസാരവും തുച്ഛവുമായ വിഷയങ്ങൾക്ക് വേണ്ടി ചെലവാക്കിക്കളയല്ലേ. മഹത്തായ ആത്മാനുഭൂതി നുകരാൻ പറ്റുന്ന ഉപകരണമാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിനെ വേണ്ട മാതിരി ഉപയോഗിക്കാനുള്ള വിവേകമാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്ന് നമ്മോട് ഉച്ചൈസ്തരം ഘോഷിക്കുന്നു. അതാണ് അനിത്യം ക്ഷണികം. എത്ര പച്ച മലയാള! ഇതൊന്ന് നാം മനഃപ്പാഠമാക്കി ഒന്ന് മനനം ചെയ്താൽ നമ്മൾ ഒരിക്കലും അനിത്യങ്ങളിൽ ചെന്നപ്പെട്ട് ഉഴലാതിരിക്കാൻ താക്കീത് നൽകും ഈ പദ്യശകലങ്ങൾ. അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദം അനാത്മകം. ഇതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ദുഃഖമായിരിക്കും. നമ്മൾ ശാശ്വതമായ സുഖത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ ക്ഷണികമായ സുഖം തന്ന് ആ വസ്തു അപ്രത്യക്ഷമാവുന്നു. അപ്പോൾ ദുഃഖം, നഷ്ടപ്പെട്ടതിൽ ദുഃഖം. അത് നേടാൻ ഉള്ള പരിശ്രമം വേറെ. പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ നിലനിർത്താൻ കഴിയാത്തതിൽ അതും ദുഃഖം തന്നെ. അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദം അനാത്മകം അതാം സ്നേഹിപ്പതീ മന്നിൽ മിക്കവേറുമാകയാൽ. അത്തരത്തിലുള്ള ആളുകളെ എന്ത് പേരിലാ ചൊല്ലുന്നത്? പ്രാകൃതാത്മാക്കൾ കൊണ്ടാടും അത്തരം വിഷയങ്ങളിൽ, അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമായിരിക്കുന്ന ആ വിഷയങ്ങളിൽ പ്രാകൃതാത്മാക്കൾ കൊണ്ടാടും അത്തരം വിഷയങ്ങളിൽ പരിപാവനം ഈ ജന്മം, പരിപാവനമായിരിക്കുന്ന ഈ മാനവജന്മം
പാഴാക്കായിൻ കിടാങ്ങളെ. നമ്മുടെ സങ്കടത്തോടു കൂടിയവർ താണു വീണ് കേണെ അപേക്ഷിക്കുകയാണ്. അല്ലയോ മക്കളെ, നിങ്ങൾ ഈ അമൂല്യമായ മർത്യദേഹം കിട്ടിയിട്ടും ആ പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കാതെ അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമായിരിക്കുന്ന ഈ വിഷയങ്ങളിൽ ഈ ജീവിതത്തെ വിനിയോഗിച്ച് നഷ്ടമാക്കി കളയില്ലേ. പ്രാകൃതാത്മാക്കൾ കൊണ്ടാടും അത്തരം വിഷയങ്ങളിൽ പരിപാവനമീ ജന്മം പാഴാക്കായ്വിൻ കിടാങ്ങളെ. ഇതൊന്ന് മനനം ചെയ്യണം. നിത്യേന നമ്മൾ ഇതൊന്ന് മനനം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം ഈ വിഷയത്തിലേക്ക് പതിക്കുന്നതിനെ ആത്മാവിലേക്ക് ഉയർത്താൻ സഹായിക്കുന്നതാണ്. അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദം അനാത്മകം അതാം സ്നേഹിപ്പതി മന്നിൽ മിക്കവേറുകളുമാകയാൽ പ്രാകൃതാത്മാക്കൾ കൊണ്ടാടും അത്തരം വിഷയങ്ങളിൽ പരിപാവനം ഈ ജന്മം പാഴാക്കായ്വിൻ കിടാങ്ങളെ.